എല്ലാവർക്കും നമസ്കാരം. നമ്മളെല്ലാവരും ഫുട്ബോൾ, ക്രിക്കറ്റ് അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്പോർട്ടിൽ താല്പര്യമുള്ള വ്യക്തികളായിരിക്കും മിക്കവാറും, എസ്പെഷ്യലി ഇപ്പോഴത്തെ ചെറുപ്പക്കാർ. അപ്പം അങ്ങനെ ഒരു സ്പോർട്സ് ഇഞ്ചറി നമുക്ക് വരുമ്പോൾ ഏറ്റവും നമ്മൾ കൂടുതൽ പേടിക്കുന്നത് ഒരു ACL ലിഗമെന്റ് ഇഞ്ചറിയെ കുറിച്ചാണ്. അതിനെ കുറിച്ച് മിക്കവാറും പേരും കേട്ടിട്ടുണ്ടാവും. ഇല്ലാത്തവർക്ക് കാലിൻ്റെ മുട്ടിൻ്റെ മുകളിൽ ഒരുപാട് ലിഗമെന്റ്സ് ഉണ്ട്. അതിൽ ACL, PCL, മെനിസ്കൽ ലിഗമെന്റ്സ്, പിന്നെ കൊളാറ്ററൽ ലിഗമെന്റ്സ് എന്ന് പറയുന്ന ഒരുപാട് ലിഗമെന്റ്സ് ഉണ്ട്. അതിൽ ഏറ്റവും വണ്ണം കൂടിയ ഏറ്റവും തിക്കായിട്ടുള്ള ലിഗമെന്റാണ് PCL, പോസ്റ്റീരിയർ ക്രൂഷ്യറ്റ് ലിഗമെന്റ്. അതിനടുത്ത ഏറ്റവും തിക്കായിട്ടുള്ള ലിഗമെന്റാണ് ആന്റീരിയർ ക്രൂഷ്യറ്റ് ലിഗമെന്റ്, അതായത് ACL എന്ന് പറയുന്നത്. മുട്ട് തിരിഞ്ഞു പോയിട്ട് വീഴുമ്പോഴാണ് ACL ലിഗമെന്റ് പൊട്ടുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. മുട്ടിൽ നമുക്ക് എൻ്റെ അടുത്തൊരു മോഡലുണ്ട്. ഇതിൽ മേലത്തെ ബോൺ ഫീമർ, താഴത്തെ ബോൺ ടിബിയ, ഈ സൈഡിൽ കാണുന്നത് മുട്ടിൻ്റെ ഉൾഭാഗത്ത് കാണുന്നത് കൊളാറ്ററൽ ലിഗമെന്റ് ആണ്, മീഡിയൽ കൊളാറ്ററൽ ലിഗമെന്റ്. ഇവിടെ കാണുന്നത് ലാറ്ററൽ കൊളാറ്ററൽ ലിഗമെന്റ്. ഇത് ചിരട്ടട ബോണാണിത്. അപ്പോൾ മുട്ടിനെ നമ്മൾ മടക്കുമ്പോൾ കാണുന്നത് ACL സാധാരണ മുട്ട് നിവർത്തി വയ്ക്കുമ്പോൾ കാണാൻ പറ്റാറില്ല. ഒന്ന് മടക്കുമ്പോഴാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് ഞാൻ മടക്കിയെടുത്ത് വരും. മടക്കുമ്പോൾ നമുക്ക് കാണുന്ന ഈ ഒരു റിങ് പോലത്തെ ഉള്ളതാണ് മെനിസ്കസ്. ഇത് മീഡിയൽ മെനിസ്കസ് എന്ന് പറയും. ഇതുപോലെ ഇപ്പുറത്തൊരു ലാറ്ററൽ മെനിസ്കസ് ഉണ്ട് ഡീപ്പായിട്ട്. ഇവിടെ കാണുന്നതാണ് ACL. ഈ ലിഗമെന്റാണ് ACL. ഇവിടെ കാണുന്ന ലിഗമെന്റ് PCL ആണ്. ഇത് മുട്ടിൻ്റെ പിൻഭാഗത്തും കാണാം. PCL എന്ന് പറയുന്നത് മുട്ടിൻ്റെ പിൻഭാഗത്ത് കാണാം, PCL. അപ്പോൾ ACL ലിഗമെന്റ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ്? എന്തുകൊണ്ടാണ് ACL ലിഗമെന്റ് പൊട്ടിക്കഴിഞ്ഞാൽ ഓപ്പറേഷൻ വേണമെന്ന് ചെറുപ്പക്കാർക്ക് ഡോക്ടർമാർ പറയാറുള്ളത്? 40-45 വയസ്സിൽ മേലെ അല്ലെങ്കിൽ 50 വയസ്സിൽ മേലെ ACL സർജറീസ് അത്ര കോമൺ അല്ല. 50 വയസ്സിന് താഴെ ഉള്ളവർക്കാണ് നമ്മൾ ACL ലിഗമെന്റ് റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. എന്താണ് ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നതാണ് നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോ. നമുക്ക് മുട്ട് തിരിഞ്ഞ് വീഴുമ്പോൾ ഒരു വീണതിന് ശേഷം ഉടനെ നമുക്ക് നീര് വരികയാണെങ്കിൽ പിന്നെ ഉടനെ കളിക്കാൻ പറ്റാത്തൊരവസ്ഥ. 2 ദിവസം വരയ്ക്ക് നല്ല വേദനയും മുട്ടിൽ നീരും, 2-3 ദിവസം കഴിഞ്ഞാൽ നീരൊക്കെ വറ്റി, ചിലപ്പോൾ ഒരാഴ്ച വരെ നീരുണ്ടാവും. അത് കഴിഞ്ഞാൽ വറ്റി, നടക്കാൻ പറ്റുന്നുണ്ട്, ഓടാൻ പറ്റുന്നുണ്ട്, കാലക്രമേണ നമുക്ക് ഓടാനും എക്സസൈസുകളും എല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ നല്ല സ്പീഡിൽ ഓടുമ്പോഴോ അല്ലെങ്കിൽ പടി ഇറങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഉയരത്തിന് താഴത്തേക്ക് ചാടുമ്പോൾ മുട്ടിനൊരു ബലക്കുറവ് തോന്നുന്നത് ACL ലിഗമെന്റ് പൊട്ടിയതുകൊണ്ടാണ്. ACL ലിഗമെന്റ് ഒരു ട്വിസ്റ്റിംഗ് ഇഞ്ചറി ഉണ്ട്, പിവോട്ട് ഇഞ്ചറി എന്ന് പറയും. മുട്ട് തിരിഞ്ഞു പോകുന്നത് കൊണ്ട് വരുന്ന പരിക്കാണ്. അപ്പോൾ ACLന്റെ കൂടെ തന്നെ നമുക്ക് ചിലപ്പോൾ മെനിസ്കൽ ഇഞ്ചറിയും പറ്റാം. മെനിസ്കസ് എന്ന് പറയുന്ന 2 മുട്ടിൻ്റെ ഇടയിലുള്ള വാഷറാണ്. അത് പൊട്ടിയാലും നമുക്ക് രോഗലക്ഷണങ്ങളുണ്ടാവും. ചിലപ്പോൾ ACLും മെനിസ്കസും ചേർത്ത് പൊട്ടാറുണ്ട്. അപ്പോൾ ACL ലിഗമെന്റ് പൊട്ടുന്നതിൻ്റെ ഏറ്റവും ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ, ഏറ്റവും പ്രാധാന്യമായിട്ട് കാണുന്നത് വീണ ഉടനെ വരുന്ന മുട്ടിൽ നീര്. 2-3 ദിവസം കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ അത്യാവശ്യം നടക്കാനും ഓടാനൊക്കെ പറ്റും. മുട്ടിനൊരു ബലക്കുറവ് തോന്നും, മുട്ടിനൊരു ഗിവ് അവേ ഫീലിംഗ്, മുട്ട് ഇപ്പോൾ തെന്നിപ്പോവും എന്നുള്ളൊരു തോന്നൽ. അപ്പോൾ ഈ വക തോന്നലുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു MRI സ്കാൻ എടുക്കുന്നതാണ്. ഡോക്ടറെ കാണാം ആദ്യം. അതിനുശേഷം ഡോക്ടർ മിക്കവാറും പറയും ഒരു MRI സ്കാൻ എടുക്കും. MRI എടുക്കുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ACL ടയർ ഉണ്ടോ ഇല്ലേ എന്ന് ഡോക്ടർ ഉറപ്പ് വരുത്തും. ഡോക്ടർ ആദ്യം പരിശോധിച്ചിട്ടുണ്ടോ നിങ്ങളുടെ മുട്ട് എത്രമാത്രം ACL പൊട്ടിയിട്ടുണ്ടോ എന്നുള്ളത്. MRIയിൽ ACL പൊട്ടിയിട്ടുണ്ടോ എന്ന് നമുക്കറിയാം. അതുമാത്രമല്ല ACLന്റെ കൂടെ തന്നെ വേറെ ഏതെങ്കിലും ലിഗമെന്റ്സ് പൊട്ടിയിട്ടുണ്ടോ എന്ന് അറിയാം. എന്തുകൊണ്ടാണ് ഡോക്ടർ ACL നമുക്ക് ഓപ്പറേഷൻ ചെയ്യണം? മുട്ട് എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ജോയിന്റ് ആണ്. മുട്ടിന്റെ മേലത്തെ ഒരില്, താഴത്തെ ഒരില്. ഇത് ലിഗമെന്റുകൾ ഇല്ലെന്നുണ്ടെങ്കിൽ മുട്ട് എപ്പോൾ വേണമെങ്കിൽ തെന്നും. അങ്ങനത്തെ ഒരു ജോയിന്റ് ആണ്. അപ്പോൾ നമ്മുടെ ഹിപ്പ് ജോയിന്റ് എടുത്തോളൂ. ഹിപ്പ് ജോയിന്റിൽ ഒരു ബോൾ ഉണ്ട്, ഒരു സോക്കറ്റ് ഉണ്ട്. ഈ ബോൾ എപ്പോഴും ഈ സോക്കറ്റിന്റെ ഉള്ളിൽ തന്നെ ഇരിക്കും. നല്ല സ്റ്റേബിൾ ആണ്. നല്ലപോലെ എക്സ്ട്രീം ആയിട്ടുള്ള മൂവ്മെന്റ്സ് വരുമ്പോഴാണ് ജോയിന്റ് നിന്ന് ചാടിപ്പോകും. പക്ഷെ മുട്ട അങ്ങനെയല്ല. ഈ ലിഗമെന്റുകളുടെ വെച്ച് മാത്രമാണ്. ഇതിൽ ഒരു ബോണി കൺസ്ട്രെയിൻസും ഇല്ല. ഇവിടെ സൈഡിലൊരു ലിഗമെന്റ്, ഇപ്പുറത്തൊരു ലിഗമെന്റ്, പിന്നിലൊരു ലിഗമെന്റ്, മുന്നിലൊരു ലിഗമെന്റ്, മുന്നിലൊരു ചിരട്ടയുടെ ടെൻഡൻ, അങ്ങനെ ഒരുപാട് ലിഗമെന്റ്സ് കവേർഡ് ആയിട്ടുള്ള, ഇതിലും ഇല്ലാത്ത ലിഗമെന്റ്സ് ഒരുപാടുണ്ട്. അപ്പോൾ ഒരു പരിക്ക് പറ്റി, പിന്നെ ഒരു 1-1.5 മാസത്തിന് ശേഷം എല്ലാം ശരിയായി. പേഷ്യന്റ് പ്രത്യേകിച്ച് പറയുന്ന ഒരു പോപ്പ് എന്ന് പറയുന്ന ടപ്പ് എന്നൊരു ശബ്ദം കേട്ടു മുട്ടിൻ്റെ ഉള്ളിൽ നിന്ന്. പക്ഷേ നല്ല നീര്, നല്ല വേദന ഉണ്ടായിരുന്നു. ഒരു 1-1.5 മാസത്തിൽ കുറച്ച് നീരും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം എല്ലാം ശരിയായി എന്ന് പറയുന്നത്. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചാൽ എല്ലാം ശരിയായിട്ടില്ല. മുട്ടിന്റെ ഉള്ളിൽ ACL എന്ന് പറയുന്ന ലിഗമെന്റ് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ തന്നെത്താൽ യോജിക്കുന്ന ഒരു ലിഗമെന്റ് അല്ല. നമ്മുടെ മുട്ടിന്റെ ഉള്ളിൽ സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട്. മുട്ടിന്റെ ഉള്ളിൽ ഒരു നീര് എപ്പോഴും ഉണ്ടാവും. നോർമലായിട്ടുള്ള ഗ്രീസ് പോലത്തെ ഒരു ഫ്ലൂയിഡ് ഉണ്ടാവും. അതിന് സൈനോവിയൽ ഫ്ലൂയിഡ് എന്ന് പറയും.
ഇതിൽ നമുക്ക് ഹൈലറോണിഡേസ് എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ടാവും. ഈ എൻസൈമിന്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ബ്ലീഡിങ് സംഭവിച്ചാൽ ഈ ബ്ലഡിനെ ക്ലോട്ട് ആവാതിരിക്കാൻ ഉള്ള എൻസൈമാണിത്. അപ്പോൾ ഈ ക്ലോട്ട് ബ്ലഡ് ഉണ്ടെങ്കിൽ മാത്രമേ ലിഗമെന്റുകളോ ബോണി പ്രോബ്ലംസ് ഒക്കെ എല്ലുകളൊക്കെ യോജിക്കുള്ളൂ, റിപ്പയർ ആവുള്ളൂ, സെൽഫ് റിപ്പയർ. അപ്പോൾ ഈ ഹൈലറോണിഡേസ് എപ്പോഴും ബ്ലീഡിങ് ബ്ലഡ് കളക്ട് ആയി കഴിഞ്ഞാൽ അതിനെ പീസാക്കി കട്ട് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ലിക്വിഫൈ ചെയ്യും. അതുകൊണ്ട് തന്നെ ബ്ലഡ് അവിടെ നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ACL PCL അങ്ങനെ മുട്ടിന്റെ ഉള്ളിലുള്ള ലിഗമെന്റ്സ് ഒന്നും റിപ്പയർ ആവില്ല, സെൽഫ് റിപ്പയർ പോസിബിൾ അല്ല. അപ്പോൾ പിന്നെ എന്തുകൊണ്ട് ഡോക്ടർ എനിക്ക് ഓടാനും ചാടാനും പറ്റുന്നത്? ഓടാനും ചാടാനൊക്കെ പറ്റും, ബിക്കോസ് ACL ലിഗമെന്റിന്റെ ജോലി നിങ്ങളെ ഓടാനും ചാടാനും സഹായിക്കുന്നതല്ല. നിങ്ങൾ ഉയരത്തിന് നിലത്തേക്ക് ചാടുമ്പോൾ മുട്ട് തിരിഞ്ഞു പോവാതിരിക്കാനുള്ള ലിഗമെന്റാണ് ACL. അപ്പോൾ നിങ്ങൾ മുട്ട് തിരിഞ്ഞു പോകുന്ന പോലെ എന്തെങ്കിലും ഹെവി ആക്ടിവിറ്റി ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ മുട്ട് തെന്നും, ബിക്കോസ് നിങ്ങളുടെ ACL അവിടെ ഇല്ല. അത് മാത്രമല്ല, നിങ്ങൾ അറിയാതെ തന്നെ മേലത്തെ എല്ലും താഴത്തെ എല്ലും ഫീമറും ടിബിയും തമ്മിൽ ഉള്ള റിലേഷൻഷിപ്പിൽ ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ACL ഇല്ലാത്ത മുട്ടുകൾ, ACL ഡെഫിഷ്യന്റ് നീ എന്ന് പറയും. ACL ഇല്ലാത്ത മുട്ടുകളിൽ മേലത്തെ എല്ലും താഴത്തെ എല്ലും തമ്മിലുള്ള ഒരു അലൈൻമെന്റിന് ഡിഫറൻസ് ഉണ്ടാവും. അതായത് ഇങ്ങനെയായിരിക്കും, ഒന്ന് തള്ളി ഇങ്ങനെയായിരിക്കും. ഇങ്ങനെയാണ് നോർമൽ, ഇതാണ് നോർമൽ. ACL ഇല്ലാത്ത മുട്ടുകൾ എന്ന് പറയുമ്പോൾ ഒന്ന് തള്ളി നിൽക്കും, ഒരു ഗ്യാപ്പ് കാണും. ഞാൻ കാണുന്നുണ്ടെന്ന് തോന്നുന്നു, ഒരു 5 മില്ലിമീറ്ററോളം ഒന്ന് തള്ളി നിൽക്കും. ഈ തള്ളി നിൽക്കുന്നതുകൊണ്ട് കാലപ്പോക്കിൽ തേയ്മാനം വരും മുട്ടിൽ. ഈ ACL ലിഗമെന്റ് റീകൺസ്ട്രക്ഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് മുട്ടിന്റെ സ്റ്റെബിലിറ്റി കൂട്ടുക, സ്റ്റെബിലിറ്റി കുറവുള്ളവർക്ക് സ്റ്റെബിലിറ്റി കൂട്ടുക. പിന്നെ ACL പകുതി പൊട്ടിയ പേഷ്യൻസിന് മുട്ടിൽ വേദന ഉണ്ടാവും, ആ വേദന ഒന്ന് മാറ്റിട്ടും. അല്ലാണ്ട് ACL മുഴുവൻ പൊട്ടിയ പേഷ്യൻസിന് കുറെ കാലങ്ങൾ കഴിഞ്ഞാൽ വേദന വന്നോളണമെന്നില്ല, ചെറിയതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ പ്രശ്നം ലോങ് ടേമില് ഒരു തേയ്മാനത്തിനെ ഒഴിവാക്കാനാണ് നമുക്ക് ACL റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത്. ACL റീകൺസ്ട്രക്ഷൻ ചെയ്യുന്നത് ഓപ്പൺ സർജറി ആണോ? അല്ല, നമ്മുടെ കീഹോൾ സർജറി ആണോ, ഒരു ആർത്രോസ്കോപ്പിക് സർജറി എന്ന് പറയും. അതായത് മുട്ടിന്റെ ഉൾഭാഗത്ത് നമ്മളൊരു ടണൽ ഇടും. ഫീമർ എന്ന് പറയുന്ന ബോളിന്റെ ഉള്ളിൽ ഒരു ടണൽ, ടിബിയ എന്ന ബോളിന്റെ ഉള്ളിൽ ടണൽ. ഇതിന്റെ സക്സസ് റേറ്റ്, ACL റീകൺസ്ട്രക്ഷന്റെ സക്സസ് റേറ്റ് ഈ ഫീമറൻ ടണലും ടിബിയൽ ടണലും കറക്റ്റ് പൊസിഷനിൽ ഇടുന്നതിനനുസരിച്ച്. അപ്പൊ ഫീമർ ടണലും ടിബിയൽ ടണലും ഇതിന്റെ ഉള്ളിൽ കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുത്ത ആർട്ടിഫിഷ്യൽ ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ACLനെ നമുക്ക് ഷട്ടിൽ ചെയ്യും. ഈ ACL എവിടുന്ന് ഇപ്പൊ ഞാൻ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് ഹാംസ്ട്രിങ് ഗ്രാഫ്റ്റ് ടെക്നിക്കാണ്. അതായത് മുട്ടിന്റെ താഴത്തുള്ള ഒരു വള്ളി, കാലിന്റെ തൊടയുടെ അടിയിൽ ഭാഗത്തുള്ള ഒരു വള്ളിനെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് അതിനെ 4 മടക്കി ഒരു ACLന്റെ രൂപത്തിൽ ആക്കി ചേർത്ത് അതിനെ ഈ ടണലിന്റെ ഉള്ളിൽ കൂടെ ഷട്ടിൽ ചെയ്യും. ഷട്ടിൽ ചെയ്തതിന് ശേഷം ടണലിന്റെ ഉള്ളിൽ വെച്ചിട്ട് പല ഇതൊരു സ്ക്രൂസോ അല്ലെങ്കിൽ ബട്ടണോ വെച്ച് ഇതിനെ ഫിക്സ് ചെയ്യും. അപ്പോൾ താഴെ ടിബിയൽ സൈഡിൽ നമ്മൾ പ്രിഫർ ചെയ്യുന്നത് സ്ക്രൂ ആണ്, ഒരു അലിഞ്ഞു പോകുന്ന സ്ക്രൂ, അത് വെച്ച് ഫിക്സ് ചെയ്യും. ഒരു കൊല്ലത്തിൽ ആ സ്ക്രൂ അലിഞ്ഞു പോകും. ഫെമറൽ സൈഡിൽ ഫീമറിന്റെ ഭാഗത്ത് നമ്മൾ ചെയ്യുന്നത് ടൈറ്റ് റോപ്പ് എന്ന് പറയും, അതല്ലെങ്കിൽ ഒരു അഡ്ജസ്റ്റബിൾ ലൂപ്പ് എന്ന് പറയും. ഒരു ലൂപ്പ് പോലത്തെ ഒരു ബട്ടൺ പോലെ ഒരു സാധനം ഉണ്ടാവും, അത് വെച്ച് ഫിക്സ് ചെയ്തിട്ട് അതിനെ 2 ത്രെഡ് വെച്ച് വലിക്കുമ്പോൾ അത് ടൈറ്റ് ആയിക്കൊണ്ടേ വരും. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം വെച്ചാണ് ACL ചെയ്യുന്നത്. ഇപ്പൊ സർജറിക്ക് ശേഷം ആൾക്കാർ ചോദിക്കും, ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം എത്ര ദിവസം അഡ്മിഷൻ ഉണ്ട്? 2 ദിവസം. ഓപ്പറേഷൻ ചെയ്യുന്ന അന്ന് അതിനടുത്ത ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്കും വീട്ടിൽ പോകാം. കുറച്ച് ചെറിയ എക്സസൈസുകൾ ഡോക്ടർ പറഞ്ഞു തരും. ഒരു 3 ആഴ്ച വരെ ആ എക്സസൈസുകൾ ചെയ്യേണ്ടി വരും. ഓപ്പറേഷൻ അടുത്ത ദിവസം മുതൽ നടന്നു തുടങ്ങാം. 3 ആഴ്ചയ്ക്ക് ശേഷം മുട്ട് ഫ്ലുവൻ്റ് ആയിട്ട് മടക്കൽ തുടങ്ങും. 6 ആഴ്ചയോടെ കംപ്ലീറ്റ് മൂവ്മെന്റ്സ് മുട്ടിലുണ്ടാവും. അതായത് ഒരു 8 ആഴ്ചയോടെ കംപ്ലീറ്റ് ആവും മൂവ്മെന്റ്സ് കംപ്ലീറ്റ്. അതായത് ഒരു മുട്ട് മടക്കി നിസ്കരിക്കുക, ചമ്മണം പടിഞ്ഞിരിക്കുക, ഇതൊക്കെ 8 ആഴ്ചയോടെ കഴിയും. ജോഗിങ് എന്ന് പറയുന്ന ഒരു 2.5 months, 2.5 മാസം കൊണ്ട് ജോഗിങ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരു ആക്റ്റീവ് റണ്ണിങ് എന്ന് പറയുന്നത് ഒരു 6 മാസം കൊണ്ട്, നല്ലൊരു ഓട്ടം 6 മാസം കൊണ്ട് എടുക്കും. കോൺടാക്ട് സ്പോർട്സ്, ഫുട്ബോൾ, റെസ്ലിംഗ് പോലത്തെ സ്പോർട്സ് ഒക്കെ 9 മാസം അല്ലെങ്കിൽ 10 മാസം കഴിയും. അതല്ലാത്ത ട്വിസ്റ്റിംഗ് പിവോട്ട് സ്പോർട്സ്, അതായത് ഫുട്ബോൾ, ബാഡ്മിന്റൺ, ക്രിക്കറ്റ്, ഇതൊക്കെ പോലത്തെ എല്ലാ സ്പോർട്ടീവ് ആക്ടിവിറ്റീസും 8-9 മാസം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. വേറെ ഒരു രോഗലക്ഷണം ACL റീകൺസ്ട്രക്ഷൻ, ACL പൊട്ടിയ പേഷ്യൻസിൽ കാണുന്നത് തൊടയുടെ മസിലിന്റെ ബലക്കുറവ്, വണ്ണം കുറവ്. നമുക്ക് പാൻറ്റിടും പറയാം, ഒരു കാല് വണ്ണം കൂടുതലും മറ്റേ കാല് വണ്ണം കുറവായിരിക്കും, പരിക്ക് പറ്റിയ കാലിൽ വണ്ണം കുറവും. അതൊരു ക്ലാസിക്കൽ ലക്ഷണമാണ്. മുട്ടിന്റെ ഉള്ളിലത്തെ ലിഗമെന്റിന്റെ പ്രോബ്ലമോ അല്ലെങ്കിൽ മുട്ടിന്റെ ഉള്ളിൽ ഏതെങ്കിലും ഒരു സ്ട്രക്ചറൽ ഡിഫക്റ്റ്, അതായത് മെയിൻ ലക്ഷണമാണ് തൊടയുടെ മസിലിന്റെ വണ്ണക്കുറവ്. സർജറിക്ക് ശേഷം വണ്ണം കൂട്ടിയെടുക്കാനുള്ള എക്സസൈസുകൾ സ്ഥിരമായി ചെയ്യേണ്ടി വരും. ഒരു 1 year വരെ ചെയ്താൽ മാത്രമേ മറ്റേ മുട്ടുമായിട്ട് ബന്ധപ്പെട്ട് വണ്ണം ഒപ്പം വരും. ഈ ടൈറ്റാനിയം സ്ക്രൂവും ബയോ സ്ക്രൂ തമ്മിൽ എന്താ വ്യത്യാസം? ഒന്ന് അലിഞ്ഞു പോകുന്നതാണ്, ഒന്ന് അലിഞ്ഞു പോകാത്തതാണ്. ടൈറ്റാനിയം സ്ക്രൂ ഇടുന്നത് കൊണ്ട്
ബെറ്റർ ആണോ അതോ ബയോസ്ക്രൂ, രണ്ടും ഒരേ എഫക്റ്റ് ആണ്. പോസ്റ്റ് സർജിക്കൽ റിസൾട്ട് എന്ന് പറയുന്നത് ബയോസ്ക്രൂ, അതായത് അലിഞ്ഞു പോകുന്ന സ്ക്രൂവും ടൈറ്റാനിയം സ്ക്രൂവും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അലിഞ്ഞു പോകുന്ന സ്ക്രൂ അലിഞ്ഞു പോകും, ടൈറ്റാനിയം സ്ക്രൂ അവിടെ കിടക്കും, അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അതല്ലാതെ വേറെ ACL റീകൺസ്ട്രക്ഷനിൽ നമുക്ക് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് മുട്ടിന്റെ അപ്പോഴത്തെ കണ്ടീഷൻ നമ്മൾ എത്ര ഉണ്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ACL റീകൺസ്ട്രക്ഷൻ പലവരും 2-3 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഓപ്പറേഷൻ ചെയ്യുക. ഇപ്പോൾ വെച്ചുകൊണ്ടിരിക്കും പിന്നീട് ചെയ്യാം. പക്ഷെ ഈ പിന്നീട് ചെയ്യാം എന്ന് പറയുന്നത് അതിന്റെ സർജറിയുടെ ഔട്ട്കത്തിന്റെ ക്വാളിറ്റി നമുക്ക് കുറയ്ക്കും. ഔട്ട്കം കുറഞ്ഞു പോകും. പോസ്റ്റ് സർജറി ചെയ്യുമ്പോൾ ഡോക്ടർ എന്ന് പറയും നല്ല തേയ്മാനം ഉണ്ട് കേട്ടോ, നമ്മൾ വൈകി ഓപ്പറേഷൻ ചെയ്യാൻ. അപ്പോൾ ബേസിക്കലി ACL സർജറി എപ്പോഴാണ് ഡോക്ടർ ചെയ്യേണ്ടത്? പരിക്ക് പറ്റിയ 3 ആഴ്ചയുടെ ഉള്ളിലാണ് ACL സർജറിയുടെ ബെസ്റ്റ് ടൈം ACL റീകൺസ്ട്രക്ഷൻ ചെയ്യാൻ. അതിന് കൂടെ തന്നെ മെനിസ്കൽ ഡാമേജ് ഉണ്ടോ എന്ന് അസസ് ചെയ്യണം. മെനിസ്കൽ ഡാമേജ് ഉണ്ടെങ്കിൽ എത്രയും നേരത്തെ തന്നെ മെനിസ്കസിനെയും റിപ്പയർ ചെയ്യേണ്ടതാണ് കേട്ടോ. താങ്ക് യു സോ മച്ച്.